ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ കാണാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കുറച്ച് നേരം വൈകിട്ടാണ് കേട്ടോ എണീറ്റത്. അപ്പോൾ ഒരു 6:30 മണിക്ക് എണീറ്റ് പിന്നെ ചായയൊക്കെ വെച്ച് കഴിഞ്ഞ് ചായ വെച്ച് പിന്നെ പുട്ടിനുള്ള മാവ് വന്നിട്ടൊന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒന്ന് അങ്ങനെ വെള്ളത്തിൽ കുതിർത്തി അങ്ങനെ വെച്ചിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ചൂടാൻ വെച്ചിട്ട് പിന്നെ തേങ്ങ ചിരവി നിന്ന് ഞാൻ തേങ്ങ വന്നിട്ട് പുട്ടിലേക്ക് മാത്രമായിട്ട് ചിരവി കേട്ടോ. പിന്നെ പുട്ടിലേക്ക് തക്കാളി കറി ആക്കാൻ വെച്ചിട്ട് തക്കാളിയൊക്കെ നിങ്ങൾ മുറിച്ചെടുക്കാൻ. അപ്പോൾ ഇങ്ങനെ ശൈത്തേച്ചിനോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞു കൊടുക്കുക ഞാൻ. അപ്പോൾ കറി അങ്ങനെ അടുപ്പത്തിൽ വെച്ചിട്ടോ. അത് കഴിഞ്ഞ ശേഷം ഇത് പുട്ടുകുറ്റിയിൽ ആ വെള്ളം ചൂടായ ശേഷം ഞാൻ പുട്ടുകുറ്റിയിൽ കുറച്ചിങ്ങനെ പുട്ടിൻ്റെ പൊടിയൊക്കെ ഇങ്ങനെ ഇട്ട് സെറ്റാക്കി ഇങ്ങനെ വരികയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും അവിടെ തക്കാളിക്കറി ആവുന്നുണ്ട്, ആയം കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഞാൻ ഇതൊക്കെ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ച് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പുട്ട് റെഡി ആയി കേട്ടോ. അപ്പോൾ ഒക്കെ സെറ്റായ ശേഷം ഞാൻ ഇതിങ്ങനെ എടുത്ത് പ്ലേറ്റിലേക്ക് ഒന്ന് ആക്കി. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു. ഇതൊക്കെ എടുത്ത് അതിൻ്റെ ഉള്ളിലിട്ട് പിന്നെ ഇത് കഴിഞ്ഞ ശേഷം എൻ്റെ ഋതുട്ട എണീറ്റ് വന്ന്, അച്ഛനും മോനും കൂടി എണീറ്റ് വന്ന്. അപ്പോൾ അവിടെ തക്കാളിക്കറി ആവണത് കണ്ടിട്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റപ്പോൾ ഒരു ഉമ്മ ചോദിച്ചപ്പോൾ ഉണ്ട് ഓന് വലിയ ഡിമാൻഡായി, ഓൻ തരൂല എന്ന് പറഞ്ഞു, ഇയ്യ എന്ന് പറഞ്ഞു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഏട്ടൻ പല്ലേക്കാൻ പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഓൻ സെറ്റായിട്ടോ. പിന്നെ ഇങ്ങനെ ചിരിക്കുക, ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് എന്താ ചിരിയോ ചിരിച്ച് ഒരു ഹായ് പറയാൻ പറഞ്ഞിട്ട് പറഞ്ഞില്ല. വലിയ ഡിമാൻഡാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ശൈത്തേച്ചി കറിക്കുള്ളതൊക്കെ ഒന്ന് സെറ്റാക്കുകയാണ്, പച്ചക്കറിയൊക്കെ കട്ട് ചെയ്ത്. പിന്നെ തക്കാളിക്കറി ആയിട്ടോ. പിന്നെ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് അവിടെ അടുത്തൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അപ്പോൾ ഏട്ടൻ അതിന് വേണ്ടി പോയി. പിന്നെ കാശി അതിൻ്റെ ഉള്ളിൽ എണീറ്റ്. പിന്നെ ഈ ചെങ്ങായിൻ്റെ ട്രൗസർ തിരിച്ചിട്ട് രാത്രി അറിയാതെ ഇരുട്ടത്ത് ഇടുമ്പോൾ അങ്ങനെ തിരിച്ചിട്ട് പോയി. അപ്പോൾ അതും കൊണ്ട് ഇങ്ങനെ ആടും. അപ്പോൾ ഞങ്ങളൊക്കെ കളിയാക്കുമായിരുന്നു, വാളുണ്ട് ബാക്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇങ്ങനെ ചിരിച്ച് എന്താ ചിരിയായില്ലേ, രാവിലെ എണീറ്റ് വന്ന് എന്താ ചിരി. അങ്ങനെ ചിരിച്ച് ഡ്രമ്മിലാവും ബക്കറ്റിലടിക്കുക തന്നെ, കാശിൻ്റെ അടുത്ത് പോവുക, അങ്ങോട്ട് പോവുക ഇങ്ങോട്ട് വരിക, അങ്ങനെയായിരുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും പുട്ട് റെഡി ആയിട്ടോ. അപ്പോൾ പുട്ട് റെഡിയായി എൻ്റെ പണി കഴിഞ്ഞ്. അപ്പോൾ ഞാൻ എല്ലാ പാത്രങ്ങളൊക്കെ ഒന്ന് തേച്ച് കഴുകി വെക്കാൻ തുടങ്ങിയാണ് കേട്ടോ. അപ്പം എനിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പാത്രങ്ങളൊക്കെ ഫുള്ളിങ്ങനെ തേച്ച് കഴിയും, പിന്നെ അതിന് ശേഷമാണ് ഞാൻ കഴുകുള്ളൂ. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല, എനിക്ക് അങ്ങനത്തെ ഒരു സ്വഭാവമാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടോയെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശൈത്തേച്ചി കറി അടുപ്പത്ത് വെച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും കറിയായി, നല്ല അടിപൊളി കറിയാണ് കേട്ടോ. പിന്നെ കഴിഞ്ഞ് ശൈത്തേച്ചി തുണി അലക്കാൻ നിന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചായ കുടിക്കാൻ നിന്നു കേട്ടോ. അപ്പോൾ ഓന് കുറച്ച് 2 വായ തീറ്റി തന്നു, 2 വായ തിന്നിട്ടുള്ളൂ. അവൻ മുട്ടയൊക്കെ ഉണ്ടായിരുന്നു കുറച്ച്, അത് തിന്നിട്ടൊന്നുമില്ല. പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ 2 വായ തട്ടിക്കാട്ടാന്ന് വെച്ചിട്ട് അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി. പിന്നെ ഓന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും ഏട്ടൻ എത്തി. അപ്പോൾ മക്കളൊക്കെ ഏട്ടൻ്റെ കൂടെ പോയി വണ്ടിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ നിശ്ചയത്തിന് വേണ്ടിയിട്ട് അജേട്ടൻ വേഗം റെഡിയായി. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കുളിച്ച് പോന്നു. പിന്നെ ഋതുട്ടിനെ കുളിപ്പിച്ച് ഏട്ടൻ ലോഷനൊക്കെ തേക്കുകയായിരുന്നു. സമ്മതിച്ചില്ല ചങ്ങായി, കാലൊന്നും പിടിക്കാൻ സമ്മതിക്കില്ല. എങ്ങനെയൊക്കെ ഫോണൊക്കെ കയ്യിൽ കൊടുത്തിട്ട് ഒന്ന് നിർത്തിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ ഏട്ടൻ വന്നിട്ട് ലോഷൻ തേച്ച് കഴിഞ്ഞ് പിന്നെ ഞാൻ ഓന് പാമ്പേഴ്സൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തോട്ടെ വെച്ചിട്ട് സമയമായി. അപ്പോൾ പാമ്പേഴ്സ് ഇട്ട് കൊടുത്തോട്ടെ വെച്ചിട്ട് പാമ്പേഴ്സൊക്കെ ഇങ്ങനെ ഇടാൻ തുടങ്ങി കേട്ടോ. ഓൻ കാണിക്കൂല. നിങ്ങളുടെ മക്കൾ ഇങ്ങനെ തന്നെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ഓനൊരു ഷർട്ട് ഇട്ട്, ഞങ്ങൾക്കൊന്ന് മാച്ച് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ള ഷർട്ട് ഇട്ട്. പിന്നെ ആ കുപ്പയുടെ കുറുക്ക് വന്നിട്ട് കുറച്ച് ടൈറ്റാണ്, അപ്പോൾ കുറച്ച് നേരം പിടിച്ച്. പിന്നെ ട്രൗസറൊക്കെ ഇട്ട് അതിൻ്റെ ഉള്ളിൽ ഏട്ടൻ കുളിക്കാൻ പോയിന് കേട്ടോ. അപ്പോൾ ഏട്ടൻ കുളിച്ച് വരുമ്പോഴേക്കും ഓനെ മാറ്റിക്കട്ടെ എന്ന് വെച്ചിട്ട് ഓനെ മാറ്റി കഴിഞ്ഞ്. പിന്നെ ഓൻ്റെ തല ഒന്ന് വരച്ചിട്ട് ഓൻ്റെ ചെരുപ്പും കൊണ്ട് സ്പൈക്കാക്കാൻ വെച്ച്. ഓന് മുടി വെട്ടാത്തതുകൊണ്ട് കുറച്ച് മുടി നീളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വന്നില്ല, അങ്ങനെ എന്താ തലയിൽ തെങ്ങ് കയറി നിൽക്കുന്ന പോലെ. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു. നന്നായി കാണിച്ചിട്ടോ, എൻ്റെ കുട്ടി നല്ല രീതിയിൽ കാണിച്ചെടുത്തു. പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങളെല്ലാവരും മാറ്റി കൊലായിൽ ഇങ്ങനെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ എല്ലാവരും ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടുത്താണ് കേട്ടോ, അപ്പുറത്ത് 2 വീട് അപ്പുറത്താണ്. അപ്പോൾ അത് കഴിഞ്ഞ് ഞങ്ങൾ കല്യാണപ്പേരെ പോയിട്ട് ബിരിയാണിയൊക്കെ തിന്ന് അടിപൊളിയായിട്ട് നല്ല അടിപൊളി ഭക്ഷണമായിരുന്നു കേട്ടോ. പിന്നെ ഐസ്ക്രീം തിന്ന് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കുട്ടി ഇങ്ങനെ കളിക്കുകയായിരുന്നു. പിന്നെ രാത്രി അടിപൊളിയായി മഴ, എന്തോ ഒരു മഴയാണ്, പ്രതീക്ഷിക്കാത്ത ഒരു മഴയായിരുന്നു, ഇടിയും മിന്നലുമായിട്ട്. അപ്പം പ്രതീക്ഷിക്കാതെ വന്നതുകൊണ്ട് നല്ല സന്തോഷമായി. ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇങ്ങനത്തെ ഒരു വീഡിയോ കാണുന്നത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.